പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് ഒരു സ്ത്രീയെ പറ്റിയാണ്. വളരെ ശക്തമായ തീരുമാനമുള്ള ഒരു സ്ത്രീ, ഒരു വിധവ. അവള് തനിക്ക് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുകയാണ്. ബൈബിള് വിധവകളെ പറ്റി പറയുമ്പോൾ അത് ശക്തിയില്ലാത്ത, അധികാരമില്ലാത്ത മനുഷ്യർ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് നിയമത്തിൻ്റെ സംരക്ഷണയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ അവർ ബലഹീനരായിരുന്നു, അശരണരായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ആ സുവിശേഷത്തിലെ വിധവയ്ക്ക് തൻ്റെ കാര്യത്തിൽ വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുവാനായിട്ടുള്ള യാതൊരു വകയുമില്ല. വളരെ പ്രത്യേകിച്ച് എതിരെ നിൽക്കുന്നത് മനുഷ്യനെ മാനിക്കാത്തതുമായ ഒരു ന്യായാധിപനാണ്. എന്നിട്ടും അവളുടെ പ്രത്യാശ കൈവിടുന്നില്ല. അവൾ വിശ്വസിക്കുന്ന, അവൾ പ്രതീക്ഷിക്കുന്ന ആ നീതിക്ക് വേണ്ടി നിലനിൽക്കുകയാണ്. ഈ വിധവ, ഈ സ്ത്രീ വിശ്വാസത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ, പ്രത്യാശ നഷ്ടപ്പെടാത്ത ഒരു വിശ്വാസത്തിൻ്റെ ചിഹ്നം. വിശ്വാസം നമ്മിൽ നിന്നും ധൈര്യം ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ അശക്തരാണെങ്കിൽ കൂടിയും വിശ്വാസം നമ്മെ ശക്തരാക്കുകയാണ്. എങ്കിലും സുവിശേഷത്തിൽ യേശു ഒരു പ്രശ്നത്തെ സൂചിപ്പിക്കുന്നുണ്ട്, നഷ്ടപ്പെടുന്ന വിശ്വാസത്തെപ്പറ്റി. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ എന്ന്. ഇതൊരു പ്രധാനപ്പെട്ട, നമ്മുടെ കാലത്തിന് യോജിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും ക്രിസ്തീയ വിശ്വാസം ക്ഷയിക്കുന്നതായിട്ട്. പല മനുഷ്യരും ദൈവത്തിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നു പോകുന്നു. പലപ്പോഴും പഴഞ്ചൻ പാരമ്പര്യങ്ങളും ആചാരങ്ങളുമായിട്ടാണ് വിശ്വാസത്തെ പലരും കാണുന്നത്. എന്നാൽ ലോകത്തിൻ്റെ മറ്റ് കോണുകളിൽ വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ ബോക്കോ ഹറാം പോലെയുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള തീവ്ര സംഘടനകൾ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുമ്പോൾ, അവരുടെ ഗ്രാമങ്ങൾ കവർച്ച ചെയ്യുമ്പോൾ, വിശ്വാസികളെ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ, കൊല്ലുമ്പോൾ, അവിടെയൊക്കെ പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് ക്രിസ്തീയ വിശ്വാസികളെയാണ്. എന്നിട്ടും ഈ മനുഷ്യർ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് വരുന്നു. അവർ ദിവ്യബലി ആഘോഷിക്കുന്നു, ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ, അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും, നമ്മുടെ നാട്ടിൽ പോലും ക്രിസ്തീയ വിശ്വാസം പലർക്കും ടാർഗറ്റ് ആകുന്നുണ്ട്. ഭീഷണിയിലൂടെ, അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ വിശ്വാസികളെയൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ, വളരെ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും മനുഷ്യർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിന് വേണ്ടി, ഈ നീതിക്ക് വേണ്ടി വാദിക്കുന്ന ചുരുക്കം ചിലരെയെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ സ്വരങ്ങൾ ഇല്ലാതാക്കുവാനായിട്ടുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലും അവർ ശക്തമായിട്ടുള്ള ദൈവവിശ്വാസത്തിൽ, നീതിബോധത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വാസം എന്നുള്ളത് ഇങ്ങനെയുള്ള ദുർഘട ഘട്ടങ്ങളിലൂടെ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് തെളിയിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ യേശു ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു, വിശ്വാസത്തിൽ ശക്തിയുള്ളവരായിരിക്കുക. നിന്റെ ഉറച്ച തീരുമാനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക. അത് നമ്മുടെ അനുദിന ജീവിതത്തിലാകാം, നമ്മുടെ ജോലി സ്ഥലത്താകാം, നമ്മുടെ കുടുംബങ്ങളിലാകാം, അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളിലാകാം. ധൈര്യമായിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ സംശയിക്കുമ്പോഴും അവിടെയൊക്കെ പ്രത്യാശ കണ്ടെത്തുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും ലഭിക്കില്ല എന്ന് കരുതുമ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ധൈര്യമുണ്ടാകുമ്പോഴാണ്. മറ്റുള്ളവർ നമ്മെ വ്രണപ്പെടുത്തുമ്പോഴും സ്നേഹിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വിശ്വാസം എന്നുള്ളത്
പ്രാർത്ഥന മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് കൂടിയുള്ള തുറവി കൂടെയാണ്. മറ്റുള്ളവരുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങൾ കാണുവാനായിട്ടുള്ള കണ്ണുകൂടി, നീതിബോധം കൂടി നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ ഈ ഉപമയിലെ ന്യായാധിപനെ പോലെ ദൈവത്തെയും വേദനിക്കുന്ന മനുഷ്യനെയും കാണാതെ പോകുമ്പോൾ അവിടെയൊക്കെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാൻ, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വിശ്വാസത്തിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.